ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കൂടുതൽ പണം നഷ്ടമാവാതെ വയോധികന് തുണയായത് കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ്. ബാലുശ്ശേരി സ്വദേശിയായ റിട്ടയർഡ് കോടതി ജീവനക്കാരനെയാണ് 1930 എന്ന നമ്പറിൽ നിന്ന് വിളിക്കുകയാണെന്നും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും അശ്ലീല കോളുകൾ വരുന്നുണ്ടെന്നും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ ഒരു ദിവസം മുഴുവൻ മുൾമുനയിൽ നിർത്തിയത്. എനിക്ക് ഇന്നലെ മുംബൈ പോലീസ് 1930 എന്നാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു, ഒരു കോൾ വന്നു. അത് പ്രകാരം ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് അവർ എൻ്റെ പേരിൽ വ്യാജ സിം എടുത്തിട്ട് അശ്ലീല സന്ദേശങ്ങൾ പോകുന്നെന്നും പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഹെഡ്ക്വാർട്ടേഴ്സ് ഛത്രപതി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ആണെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. ഞാൻ എൻ്റെ മൊബൈലിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ട് നമ്പറിൻ്റെ കൂടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ടപ്പോൾ ഞാനത് വിശ്വസിച്ചു. അതുപോലെ അവർ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. എല്ലാ നേരം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചു. പോലീസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു. അതുപകരം ഒരു 2-2.5 മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു. അപ്പം ഞാൻ പോലീസ് അതുകൊണ്ട് നിലയ്ക്ക് അവസാനം എൻ്റെ അടുത്ത് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഒരു അക്കൗണ്ടിൽ 50,000 സംതിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് വിഡ്രോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് തിരിച്ച് അക്കൗണ്ടിലേക്ക് തന്നെ കയറുമെന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാൻ ബാലുശ്ശേരി ബാങ്കിൽ പോയി നോക്കും. ബാങ്കിൽ സമയം കഴിഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ബാങ്ക് സമയം കഴിഞ്ഞപ്പോൾ. അപ്പം എന്നോട് പറഞ്ഞു ഓൺലൈൻ സെൻറ്ററിൽ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഓൺലൈൻ സെൻറ്ററിൽ പോയി നോക്കുമ്പോൾ അവിടെ 20,000 വരെ വിഡ്രോ ചെയ്യാനുള്ളൂ. ഞാൻ അത് പ്രകാരം ഞാൻ അവരൊരു അക്കൗണ്ട് നമ്പർ തന്നു. അത് പ്രകാരം അവരെ അക്കൗണ്ടിലേക്ക് 20,000 ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. പിന്നീട് എനിക്ക് സംശയം തോന്നി. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ നേരെ വടകര സൈബർ സെൽ ഓഫീസിൽ വന്നു. അത് ഭാഗ്യത്തിന് അപ്പം തന്നെ അവർ പറഞ്ഞു ബാക്കി നാളെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ വന്നു. ഇവിടെ സമയത്തിനെത്തിയപ്പോൾ അവർ വീണ്ടും ആ സമയത്ത് തന്നെ വിളിച്ച് അപ്പം ഞാൻ ഇവിടെ ഓഫീസർമാർക്ക് കൊടുത്തു. അതുകൊണ്ട് തക്ക സമയത്ത് അവർ ഇടപെട്ടുകൊണ്ട് കൂടുതൽ പൈസ പോകാതിരിക്കാനും എല്ലാം സാധിച്ചു. നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം RBIക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും നടപടികൾ ശക്തമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മീഡിയകളുടെ ഭാഗത്തു നിന്നും നിരവധി അവയർനെസ് പ്രോഗ്രാമുകൾ നടന്നു കഴിഞ്ഞു. എന്നിട്ടും വിദ്യാസമ്പന്നരായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തരം തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്നത്. പ്രധാനമായും പ്രായമായ ആളുകളെയും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരെയുമാണ് സൈബർ തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റ് എന്നൊരു നടപടിക്രമം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. സംശയത്തിലുള്ള ഏതൊരു അക്കൗണ്ടും നിയമപരമായിട്ട് തന്നെ മരവിപ്പിക്കാൻ പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും കഴിയും. ഇങ്ങനെ സംശയത്തിലുള്ള ഒരു അക്കൗണ്ടിലുള്ള പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ പറയാറില്ല. ഇത്തരം അമൗണ്ടുകൾ അതാത് ബാങ്കിലുള്ള മാനേജറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനാണ് പോലീസ് നിർദ്ദേശം കൊടുക്കാറുള്ളത്. ഇന്ന് ബാലുശ്ശേരി സ്വദേശിയായ റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥൻ പോലീസിലേക്ക് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും അദ്ദേഹം വെർച്വൽ അറസ്റ്റിലാണ്, എന്നെ രക്ഷിക്കണം എന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സൈബർ തട്ടിപ്പുകാർ ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും തട്ടിയെടുക്കാനാണ് അവർ ലക്ഷ്യം വെച്ചത്. എന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം 20,000 രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വരികയും ഇവിടെ എത്തിയ സമയത്ത് സൈബർ തട്ടിപ്പുകാർ അദ്ദേഹത്തെ വാട്സപ്പ് കോൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കോള് സൈബർ സ്റ്റേഷനിലെ പോലീസുകാരാണ് കോൾ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ പോലീസുകാരാണ് ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്ന് തട്ടിപ്പുകാർക്ക് മനസ്സിലായപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സൈബർ തട്ടിപ്പിൽ നിങ്ങൾ ഉൾപ്പെട്ട് എന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലോ നിങ്ങൾ ബന്ധപ്പെടണം. അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള
1930 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. അറിയാതെ ഇത്തരം സൈബർ തട്ടിപ്പിന് ഇരയായി നിങ്ങളുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ 1930 വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ പരാതി രജിസ്റ്റർ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ട്രാൻസാക്ഷൻ ID, പിന്നെ അക്കൗണ്ട് നമ്പർ, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. പെട്ടെന്ന് തന്നെ നിങ്ങൾ പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം പോലീസിന് തിരിച്ചു പിടിച്ച് നിങ്ങളുടെ കൈവശം തന്നെ ഏൽപ്പിക്കാൻ പോലീസിന് കഴിയും. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,